ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം അങ്ങനെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ആരാധകർ അത്യാവേശത്തിൽ തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ ഓരോ കവലകളും വീടുകളും ഇന്ന് അർദ്ധരാത്രിയോടെ ആ ഒരു ഒറ്റ മത്സരത്തിലേക്ക്, ഒരു ഒറ്റ പന്തിലേക്ക് അങ്ങനെ ചുരുങ്ങാൻ പോവുകയാണ്. നമ്മൾ ആദ്യം കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും ശ്യാമപ്രസാദ് ഉത്തമനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്യാമ, ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെ കാത്തിരിക്കുകയാണ്? ഒന്ന് 12:30 കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ മത്സരം കാണാം എന്നുള്ളത്. പക്ഷേ ഒരു ഞായറാഴ്ച ദിവസമായതുകൊണ്ടും അവധി ദിവസമായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേർക്കും അതിനൊരു ആവേശം അത് വലിയ രീതിയിൽ തന്നെ തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എങ്ങനെയാണ്, ആരൊക്കെ ഉണ്ട് ഇപ്പോൾ കൂടെ, എന്താണ് അവരുടെ ഓരോ പ്രതീക്ഷ? പൂജ, തിരിച്ചും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്. അർജന്റീന സ്പെയിനാണ് മത്സരം. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഒരു ഏകപക്ഷീയമായ ഒരു ആരാധകരെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആരാധകർ ഇവിടെ കൂടിയിരിക്കുന്നത് ഏതാണ്? ഒച്ചപ്പറ. അതെ, അർജന്റീന ടീമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ തൊട്ടടുത്തുള്ള FA കൊച്ചിന്റെ കോളേജിന്റെ ടർഫായിട്ടുള്ള FA കൊച്ചിന്റെ ടീമിനൊപ്പമാണ്. ബ്രസീൽ ആരാധകനാണ്. നേരത്തെ പുറത്തു പോകേണ്ടി വന്നല്ലേ? അതിന്റെ സങ്കടമുണ്ടോ? ഒരു സങ്കടമില്ല. അടുത്ത പ്രാവശ്യം വരും. അപ്പൊ ആര് ജയിക്കും കളി? അർജന്റീന ജയിക്കും. ആദ്യമായിട്ട് ഒരു ബ്രസീൽ ആരാധകൻ പറയുന്നത് അർജന്റീന ജയിക്കും. സന്തോഷം. അതായത് നമുക്ക് നമ്മുടെ അർജന്റീന ആരാധകനുണ്ട്. എങ്ങനെയുണ്ട് കളി? എങ്ങനെയായിരിക്കും നമുക്ക് കളി? ഇപ്പോ കഴിഞ്ഞ കളിയൊക്കെ വെച്ച് നോക്കിയാൽ അർജന്റീന അവസാന 15 മിനിറ്റാണ് കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ സ്പെയിനിന്റെ ഒപ്പം അങ്ങനത്തെ ഒരു ടാക്ടിക്സ് വെച്ച് എന്തോരം അത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. സ്പെയിനിലെ പ്ലേയേഴ്സ് എല്ലാവരും അത്യാവശ്യം ഇപ്പൊ എല്ലാവരും ഡിഫൻഡേഴ്സ് ആണെങ്കിലും ടോപ്പ് 3 നിൽക്കുന്ന റാങ്കിങ് ഫുൾ സ്പെയിനിന്റെ പ്ലേയേഴ്സാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ആ ടാക്ടിക്സ് എന്തോരം വർക്ക് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് തൊട്ട് തന്നെ കളി ഡോമിനേറ്റ് ചെയ്താലേ നല്ലൊരു റിസൾട്ട് അർജന്റീനക്ക് ഉണ്ടാവുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഒരു കുഞ്ഞൊരു ആരാധകനുണ്ട്. ഈ കളിയെല്ലാം കണ്ടായിരുന്നു അർജന്റീനയുടെ? രാത്രി ഇരുന്ന് കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ വരെയുള്ള അർജന്റീനയുടെ കളി എങ്ങനെയുണ്ട്? പൊതുവെ അടിപൊളിയായിരുന്നു. നല്ല പാസും ഷൂട്ടും എല്ലാം ഉണ്ടായി. ലാസ്റ്റ് 5 മിനിറ്റിൽ അർജന്റീന എപ്പോഴും ഗോൾ അടിക്കും. അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും ഒരു പോവാ? അറിയത്തില്ല. സ്പെയിൻ ആയിട്ടാണ് കളി. സ്പെയിൻ വലിയ ടീമല്ലേ? അപ്പൊ ആയിരിക്കും? പോർച്ചുഗലിന്റെ ആരാധനാണ്. ആയിരിക്കും? ഞാൻ അർജന്റീന ജയിക്കും പറയണേ. ഒരു ഷൂട്ടൗട്ടിലേക്കൊക്കെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഷൂട്ടൗട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ? ഷൂട്ടൗട്ടിൽ വന്നാണെങ്കിൽ അർജന്റീന ജയിക്കും. അർജന്റീനക്ക് തന്നെയാണ് ഷൂട്ടൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബിലി മാർട്ടിനസ് ഇല്ലേ സേവ് ബിലി മാർട്ടിനസ് ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാൻ വേണ്ട അധികം സേവ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എങ്ങനെയാണ് ഷൂട്ടൗട്ടിലേക്ക് കളി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അർജന്റീന അടിച്ചു ജയിക്കും. നമ്മളിപ്പോ ഇവിടുത്തെ കോച്ച് കൂടി നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. സാറേ, ഈ കളി മൊത്തത്തിൽ കണ്ടിരുന്നോ? എങ്ങനെയുണ്ട് പൊതുവെ ഒരു ഫുട്ബോളിന്റെ ഒരു ഇത്? ഈ വർഷത്തെ വേൾഡ് കപ്പ് പ്രത്യേകിച്ച് ഒരു സന്ദേശമായിരുന്നു ലോകത്തിന്. ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്സ് എല്ലാ രീതിയിലും വേൾഡ് കപ്പ് പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ വേൾഡ് കപ്പ് ഈസ് എ ബിഗ്ഗസ്റ്റ് സ്റ്റേജ് ഓൺ സ്പോർട്സ്. തീർച്ചയായിട്ടും. നമുക്കൊരു വനിതാ കായിക താരം കൂടിയുണ്ട്. എങ്ങനെയുണ്ട് പൊതുവിൽ കളി? ആരുടെ ഫാനാണ്? ഞാൻ ബ്രസീൽ ഫാനാണ്. പക്ഷേ കളി ഇന്നലത്തെ സെമിയൊക്കെ കണ്ടതിന് ശേഷം ഞാനൊരു അർജന്റീന ഫാനായി. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ കളിയാക്കും. പെട്ടെന്ന് അങ്ങനെ അർജന്റീന ഫാനായി ബ്രസീൽ ഫാൻ? സെമി കണ്ടപ്പോഴത്തേക്കും അവരുടെ പാസ് കാര്യങ്ങൾ, അവരുടെ ലാസ്റ്റ് 5 മിനിറ്റിലെ കളി കണ്ടപ്പോഴത്തേക്കും അർജന്റീന ഫാൻ ആയതാണെന്നുണ്ട്. മെസ്സിനെ എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ബ്രസീലാണ് നമ്മുടെ മെയിൻ. പക്ഷേ ആ സെമി കണ്ടതിന് ശേഷമാണ് നമ്മളൊരു അർജന്റീന ഫാൻ ആയതുണ്ട്. തീർച്ചയായിട്ടും. ഒരു അർജന്റീനക്കാർക്ക് ഒരു ഫാനിനെ കൂടി ഇപ്രാവശ്യത്തെ കളിയിലൂടെ കിട്ടിയിരിക്കുകയാണ്. ഗോൾഡൻ ബൂട്ട് ഇപ്പൊ ഏകദേശം എംബാപ്പയുടെ പക്കലെത്തിയിരിക്കുകയാണ്. എങ്ങനെ ഇപ്രാവശ്യം സെമി കൊണ്ടുപോകും? മെസ്സി കൊണ്ടുപോകും. മെസ്സി മിനിമം 3 ഗോൾ അടിക്കും. ഹാട്രിക് ആണോ? ഷുവർ. അപ്പൊ നമുക്ക് എല്ലാരും കൂടി നമുക്ക് എങ്ങനെ ഇപ്രാവശ്യത്തെ കളി എങ്ങനെ നമുക്ക് ആരായിരിക്കും ജയിക്കുക ഒരുമിച്ചെന്ന് പറഞ്ഞേ? അങ്ങനെ ഇവിടെ വലിയൊരു ആവേശം തന്നെയാണ്. അർജന്റീന ഒരു ഏകപക്ഷീയമായ ഒരു രീതിയിലാണ്. കാരണം സ്പെയിനിന്റെ ആരാധകരെ ഞാനിവിടെ നോക്കി, പക്ഷെ ആരെയും തന്നെ കാണാൻ കഴിയുന്നില്ല. ശരി.